കാണാൻ വൈകിപ്പോയ ഈ വർഷത്തെ മികച്ച ഒരു തമിഴ് സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആർ മന്ദിരമൂർത്തി സംവിധാനം ചെയ്ത് ശശികുമാർ, യശ്പാൽ ശർമ്മ, പ്രീതി അസ്രാനി തുടങ്ങിയവർ അഭിനയിച്ച അയോധി എന്ന തമിഴ് ചിത്രത്തെക്കുറിച്ച്. നോർത്ത് ഇന്ത്യയിൽ നിന്നും, അതായത് അയോധ്യയിൽ നിന്നും രാമേശ്വരത്തേക്ക് തീർത്ഥാടനം നടത്തുന്ന ഒരു കുടുംബത്തിന്റെ കഥയാണ്. അവർക്ക് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. വളരെ ഇമോഷണലി പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യുന്ന മനോഹരമായ ഒരു ചിത്രമാണ് അയോധി. സംവിധായകൻ മന്ദിരമൂർത്തിയുടെ ആദ്യ ചിത്രമാണ്. എന്നാൽ നവാഗതന്റെ യാതൊരു തയക്കങ്ങളും ഇല്ലാത്ത സിനിമയെ തന്നെ തോന്നി. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും ഇൻസ്പയർഡ് ആക്കിയ തിരക്കഥ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. അഭിനയിച്ച താരങ്ങളുടെ എല്ലാം കിടിലൻ പെർഫോമൻസും ഇതിന്റെ പ്രത്യേകത തന്നെയാണ്. പ്രകടനങ്ങളിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ അച്ഛനായിട്ട് അഭിനയിച്ച യശ്പാൽ ശർമ്മയുടേതാണ്. ആ കഥാപാത്രത്തോട് പ്രേക്ഷകർക്ക് വല്ലാത്ത വെറുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ മികവ് തന്നെയാണെന്ന് പറയാതെ വയ്യ. അതുപോലെ തന്നെ ശിവാനി എന്ന മകളുടെ വേഷത്തിൽ വന്ന പ്രീതി അസ്രാനിയുടെ പ്രകടനവും എടുത്തു തന്നെ പറയണം. ഒപ്പം തന്നെ സോനു എന്ന കുട്ടിയായിട്ട് വന്ന മാസ്റ്റർ അദ്വൈത് വിനോദ് എന്ന ബാലതാരം പ്രേക്ഷകരെ ചില്ലറയൊന്നുമല്ല കരയിപ്പിക്കുന്നത്. അബ്ദുൽ മാലിക് എന്ന നായക വേഷത്തിലെത്തുന്ന ശശികുമാർ ആ വേഷം നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിനിമയിൽ നായികയുടെ അമ്മ ജാനകിയായിട്ട് വന്ന അഞ്ജു അസ്രാനിയും നന്നായിട്ടുണ്ടായിരുന്നു. കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം അത് വളരെ നാച്ചുറൽ ആയിട്ട് കൊണ്ടുവന്നു എന്നുള്ളത് ഈ സിനിമയുടെ മറ്റൊരു പോസിറ്റീവാണ്. എല്ലാവരും ഈ ട്രോളിലൊക്കെ പറയുന്ന ഒരു സ്ഥിരം വാചകമില്ലേ, കണ്ണു നിറയാതെ നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടു തീർക്കാനാവില്ല എന്നുള്ളത്, അത് കറക്റ്റായിട്ട് യോജിക്കുന്ന ഒരു സിനിമയാണിത്. ഈ സിനിമ നിങ്ങളെ വല്ലാതെ ഫീൽ ചെയ്യിപ്പിക്കും, ഇമോഷണൽ ആക്കും. എല്ലാം അടക്കി പിടിച്ച് മകൾ അവസാനം പൊട്ടിത്തെറിക്കുന്നതും പിന്നീട് അച്ഛനുണ്ടാകുന്ന മാറ്റവും ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. വളരെ ക്രിഞ്ചായി പോയേക്കാവുന്ന പല രംഗങ്ങളും കൺട്രോൾഡ് ആയിട്ട് കൃത്യമായ മീറ്ററിൽ മിതത്വത്തോടെ സംവിധായകൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു തമിഴ് സിനിമയിലെ മെയിൻ ക്യാരക്ടറുകൾ നോർത്ത് ഇന്ത്യൻസ് ആയതും ഒറ്റ തമിഴ് ഡയലോഗ് പോലും പറയാതെ ഹിന്ദി മാത്രം പറയുന്നു എന്ന പ്രത്യേകതയും ഒരു കൗതുകമായിട്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് തോന്നി. ചിലയിടങ്ങളിലൊക്കെ ഭാഷ വികാര പ്രകടനങ്ങൾക്ക് തടസ്സമല്ല എന്ന് സിനിമ കഥ കൊണ്ട് തെളിയിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. കാണാൻ വൈകിപ്പോയി. തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് എന്ന കാറ്റഗറിയിലാണ് ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുന്നത്. C5 ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയും എന്നെ പോലെ ഈ സിനിമ കാണാതെ മാറ്റിവെച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ മാറ്റിവെക്കേണ്ട, തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു സിനിമയാണ്. പക്ഷെ ഓർക്കുക, നിങ്ങൾക്ക് കരച്ചിൽ വന്നാൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കില്ല എന്ന് വെച്ച് ഈ സിനിമ മിസ് ചെയ്യരുത് കേട്ടോ.